Hello friends, welcome back our channel One Hour Work with Ashish. ഇപ്പോൾ ഗോപാലകൃഷ്ണ ഗോഖലെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ നമുക്ക് മറക്കാൻ പറ്റാത്തൊരു ഏരിയ തന്നെയാണ് ഗോപാലകൃഷ്ണ ഗോഖലെ. ഫെബ്രുവരി മാസം 19 ആവിരപുരുഷനായ ഗോപാലകൃഷ്ണ ഗോഖലെയുടെ സ്മൃതിദിനമാണ്. പിന്നെ പറഞ്ഞു വരുന്നത് തന്നെ ഫെബ്രുവരി മാസത്തിലെ 2-ാം ഭാഗമാണ്. ഫെബ്രുവരി മാസത്തിൽ വരുന്ന പ്രധാനപ്പെട്ട ദിവസങ്ങൾ. ഇപ്പോൾ ഫെബ്രുവരി 19 ഗോപാലകൃഷ്ണ ഗോഖലെ എന്ന ആ വീരപുരുഷൻ്റെ ദിനമാണ്. അടുത്തത്, നമ്മുടെ ഭാരതത്തിൽ സൂര്യഗ്രഹണങ്ങൾ ആദ്യമായി എത്തുന്ന സംസ്ഥാനം അരുണാചൽ പ്രദേശാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഏറ്റവും കിഴക്കുള്ള നമ്മുടെ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് അരുണാചൽ പ്രദേശ്. അപ്പോൾ ആ അരുണാചൽ പ്രദേശിൻ്റെ അരുണാചൽ പ്രദേശ് പിറവി ദിവസം എന്ന് വെച്ചാൽ ഫെബ്രുവരി 20 അരുണാചൽ പ്രദേശിൻ്റെ പിറവി. അപ്പോൾ ഫെബ്രുവരി മാസം 20-ാം തീയതി അരുണാചൽ പ്രദേശിൻ്റെ പിറവിയാണ്. ഇപ്പോൾ ഫെബ്രുവരി 21 ലോക മാതൃഭാഷ ദിനം. നമുക്കെല്ലാം നമ്മുടെ അമ്മയോടൊപ്പം തന്നെ മതത്വം മുളമ്പുന്ന ഒന്ന് തന്നെയാണ് നമ്മുടെ ഭാഷയും നമ്മുടെ മാതൃഭാഷ. ആ മാതൃഭാഷയെ വേൾഡ് ലെവലിൽ അല്ലെങ്കിൽ ലോക ലെവലിൽ ഒരു ദിനം കൊണ്ടുവരാൻ പറ്റിയ ദിവസമാണ് ഫെബ്രുവരി 21 ലോക മാതൃഭാഷ ദിനം. അടുത്തത്, നമ്മൾ ഏത് ഭാഷ പറയുകയാണെങ്കിലും എന്ത് പറയുകയാണെങ്കിലും നമ്മളൊന്ന് ചിന്തിച്ചിട്ടേ പറയാറുള്ളൂ. ഫെബ്രുവരി 22 ലോക ചിന്താ ദിനമാണ്. ലോക ചിന്താ ദിനമാണ് ഫെബ്രുവരി 22. നമ്മൾ നേരത്തെ ചിന്താ ദിനത്തെ പറഞ്ഞു. നമുക്ക് പറയാം, നമ്മളൊന്ന് ചിന്തിച്ചിട്ടോ ഒന്നുമില്ലാതെ തോന്നി വിളിച്ചു പറഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമുള്ളൊരു സാധനം സമാധാനമാണ്, അല്ലേ? സമാധാനമില്ലാത്തതിന് ഒരു കാരണത്തിൽ എന്തായാലും ജീവിക്കാൻ കഴിയില്ല. അപ്പോൾ ആ സമാധാനത്തിൻ്റെ ദിനമാണ് ഫെബ്രുവരി 23. സമാധാനം മാത്രമല്ല, സമാധാനത്തിൻ്റെ തിരിച്ചറിവിൻ്റെ ദിനമാണ് ഫെബ്രുവരി 23. ഓക്കെ. ഇപ്പോൾ ഫെബ്രുവരി 24 ദേശീയ എക്സൈസ് ദിനമാണ്. നമുക്കറിയാം, നമ്മുടെ ഗവൺമെൻറ്റിൽ, നമ്മുടെ സംസ്ഥാനത്തായാലും നമ്മുടെ രാജ്യത്താണെങ്കിലും എന്ത് പുറത്തുനിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങളാണെങ്കിലും ചെക്ക് ചെയ്യുകയും അതുപോലെ നിരീക്ഷിക്കുകയും ചെയ്യുന്ന എക്സൈസാണ്. അപ്പോൾ എക്സൈസിൻ്റെ ദിനമാണ്, ദേശീയ എക്സൈസ് ദിനമാണ് ഫെബ്രുവരി 24. അപ്പോൾ ഇപ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ട്, എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ വീഡിയോ ചെയ്യുമ്പോഴൊക്കെ പറഞ്ഞത് മഴക്കാലമാണ്. പരമാവധി എല്ലാവരും വീട്ടിൽ തന്നെ അടങ്ങിയിരിക്കുക. ഇവിടെ നമ്മുടെ വീഡിയോസ് കണ്ട് പ്രിപ്പയർ ചെയ്യുക. കാരണം ഇനി ഇത് കഴിഞ്ഞാൽ 2 മാസത്തിനുള്ളിൽ തന്നെ കുറേ എക്സാമുകൾ വരുന്നുണ്ട്. ആ എക്സാമുകൾ നമുക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഇതിനിടയിൽ ചെറിയൊരു ഇറിറ്റേഷൻ മാതിരിക്ക് മഴയുണ്ടാവും, ക്ഷമിക്കുക. ഓക്കെ. ഫെബ്രുവരി 25 മന്നത്ത് പത്മനാഭൻ്റെ ജന്മദിനം. മറക്കാതെ വോട്ട് ചെയ്യുക. ഇപ്പോൾ ഫെബ്രുവരി 26 ദേശീയ ഷെഫ് ദിനം. ഷെഫ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പാചക തൊഴിലാളികളാണ്. ഈ പാചക തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള ദിനം ആണ് ഫെബ്രുവരി 26. നമുക്ക് വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങൾ നമ്മുടെ വീടുകളിലാണെങ്കിൽ നമ്മുടെ മാതാക്കൾ അല്ലെങ്കിൽ നമ്മുടെ അമ്മമാർ നമുക്ക് പ്രിപ്പയർ ചെയ്ത് തരും. എന്നാൽ നമുക്ക് പുറത്തിറങ്ങിയാൽ നമ്മളെ നല്ല ഭക്ഷണം കിട്ടി നമ്മൾ ഹോട്ടലിൽ കയറും. അപ്പോൾ അവിടെ നമുക്ക് പാചകം ചെയ്ത് തരുന്ന തൊഴിലാളികളെ അവരെ ഓർക്കാൻ വേണ്ടി ദിനമാണ് ഫെബ്രുവരി 26 ദേശീയ ഷെഫ് ദിനം അല്ലെങ്കിൽ ദേശീയ പാചക തൊഴിലാളി ദിനം. ഇത് ഫെബ്രുവരി 27. അപ്പോൾ ഞാൻ നേരത്തെ പാചക തൊഴിലാളികളെ കുറിച്ച് പറഞ്ഞു. നമ്മുടെ പാചകം ചെയ്ത് തരുന്ന നമ്മൾ ഭക്ഷണങ്ങളാണ്. ആ ഭക്ഷണം കഴിച്ചാൽ നമുക്ക് എന്താണ് കിട്ടിയ പ്രോട്ടീൻ. അപ്പോൾ ദേശീയ പ്രോട്ടീൻ ദിനമാണ് ഫെബ്രുവരി 27 ദേശീയ പ്രോട്ടീൻ ഡേ. അതുപോലെ തന്നെയാണ് ഫെബ്രുവരി 27 മറ്റൊരു പ്രത്യേകമുണ്ട്. NGO ദിനം, നാഷണൽ ഗവൺമെൻറ് ഓർഗനൈസേഷൻ്റെ സ്ഥാപക ദിനം കൂടിയാണ്
ഫെബ്രുവരി 27. ഫെബ്രുവരി 28 ശാസ്ത്ര ദിനമാണ്. നമുക്കറിയാം നമ്മുടെ ഭാരതത്തിലടക്കം ഇന്ന് വളരെ ശാസ്ത്ര പുരോഗതി നേടിയിട്ടുണ്ട്. ആ ശാസ്ത്രത്തെക്കുറിച്ച് സ്മരിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ ഓർക്കുവാൻ വേണ്ടിയ ദിനമാണ് ഫെബ്രുവരി 28 ശാസ്ത്ര ദിനം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ദിവസങ്ങൾ പറഞ്ഞ പോയ ദിവസങ്ങളിൽ എന്തെങ്കിലും അല്ലെങ്കിൽ പറഞ്ഞ പോയ ദിവസങ്ങൾ ഇടയിൽ ഏതെങ്കിലും ദിവസങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിലോ അല്ല എന്തെങ്കിലും പ്രത്യേകത വിട്ടുപോയിട്ടുണ്ടെങ്കിലോ നിങ്ങൾ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവർക്ക് എല്ലാവർക്കും ഗുഡ് ബൈ.